ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ഫാം ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റായിട്ടുള്ള കാറ്റിസൻ്റെ എയർ ഡ്രോപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഇവർ എയർ ഡ്രോപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റിന് ശേഷം കുറേ അധികം ആളുകൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുക എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാറ്റിസണിൽ പുതിയ ആളാണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുന്നേ നമ്മൾ 2 വീഡിയോ കാറ്റിസനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കാറ്റിസണിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിനിങ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ 20-ാം തീയതി കാറ്റിസൺ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നലെ ബൈബിറ്റ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ഇന്ന് ബിറ്റ്ഗെറ്റ് ഗ്ലോബലും കാറ്റിസൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസ് ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും ബൈനാൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാം ചെയ്ത ആളുകൾക്കൊക്കെ നല്ലൊരു റിവാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾറെഡി ബൈനാൻസ് ഇവരുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈനാൻസ് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും ഏതൊക്കെ എക്സ്ചേഞ്ചുകളാണ് ഇനി കാറ്റിസൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യാമെന്ന്. ഹോപ്പ്ഫുള്ളി ബൈനാൻസ് ലിസ്റ്റ് ചെയ്യും എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കാറ്റിസണിൽ നിങ്ങളുടെ കാറ്റിൻ്റെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ലെവൽസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് പ്ലാറ്റിനം ലെവലൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഇനിയല്ല, നേരത്തെ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾ 24/7 കാറ്റിസൺ ഫാം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കാറ്റിസൻ്റെ ലിസ്റ്റിംഗ് ഇനി 20-ാം തീയതിയാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തേക്ക് വെച്ച് നമ്മൾ കറക്റ്റ് കൂട്ടുമ്പോൾ കറക്റ്റ് 2 ആഴ്ചയാണ് നമുക്ക് ലിസ്റ്റിങ്ങിനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫോണ് ആ ഒരു 24/7 സ്ക്രീൻ ഓൺ ആയിട്ടിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്ക്രീൻ അലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും ഫോണിൻ്റെ സ്ക്രീന് ഓഫ് ആവാതെ നിങ്ങൾക്ക് ആ ഒരു കാറ്റിസൺ ഗെയിം തന്നെ പ്ലേ ആയിക്കോളും. അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് ഫോണിൽ കാറ്റിസന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് സ്ക്രീൻ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ കാറ്റിസൺ കളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എല്ലാവിധ അപ്ഡേറ്റും ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. അതായത് കാറ്റിസൻ്റെ എയർ ഡ്രോപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നവരെ എന്തായാലും ഇത് ഫാം ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓഗസ്റ്റ് 9-ാം തീയതി തൊട്ട് ഞാൻ 24/7 റൺ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഓഗസ്റ്റ് 16-ാം തീയതി എനിക്ക് വന്നിട്ടുള്ള ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. 9-ാം തീയതി എൻ്റെ ലെവല് 42 ആയിരുന്നു. 42-ൽ നിന്ന് എനിക്ക് 70-ാമത്തെ കാറ്റ് ലെവലിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ബോട്ട് ഓട്ടോ മോഡ് പർച്ചേസ് ചെയ്ത് സ്ക്രീൻ ഓൺ ആക്കി ഇടുവാണെങ്കിൽ എങ്ങനെ പോയാലും ദിവസം ഒരു 2 to 3 ലെവല് കാറ്റ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളിതിൽ നല്ല രീതിയിൽ ഫാം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലാറ്റിനം ലെവലെങ്കിലും എത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഇവരുടെ ട്വിറ്ററിലിടുന്ന അപ്ഡേറ്റ്സിൽ മൊത്തം പ്ലാറ്റിനം ലെവൽ മിനിമം വെച്ചിട്ടാണ് എല്ലാവിധ അപ്ഡേറ്റുകളും അവരിടുന്നത്. സോ ഏറ്റവും സേഫായിരിക്കാൻ വേണ്ടിയിട്ട് മിനിമം പ്ലാറ്റിനത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അവർ ഗോൾഡിനും സിൽവറിനും ഒക്കെ ചെറിയ രീതിയിൽ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇവർ ഇടുന്ന ഒരു പാറ്റേൺ വെച്ചിട്ടാണ് എപ്പോഴും ഒരു പ്ലാറ്റിനം ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാനായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു പ്ലാറ്റിനം ലെവൽ എത്തണമെങ്കിൽ ഏകദേശം ഒരു 40 അടുപ്പിച്ചൊക്കെ നിങ്ങളുടെ ക്യാറ്റ് ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റിനം ലെവലിൽ കയറാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ക്യാറ്റ് ഒരു 20-30 എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഓട്ടോ മോഡ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ഫാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റിനം ലെവൽ അച്ചീവബിൾ ആണ്. പക്ഷേ ഓട്ടോ മോഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3000 ഫിഷ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. സോ ഫിഷ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ടോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു എയർ ഡ്രോപ്പ് വേണമെങ്കിൽ അവർ വരും ദിവസങ്ങൾ ഒന്നുകിൽ നാളെയോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞോ ഒക്കെ അവർ ആ ഒരു ആക്ടിവിറ്റി എൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മുടക്കിയിട്ടുള്ള ക്യാഷ് ചിലപ്പോൾ നമുക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു റിസ്ക് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ കാറ്റിസൺ ഇത്രയും സീരിയസ് ആയിട്ട് ഫാം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ടെലഗ്രാം ബോട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പാർട്ടിസിപ്പേഷനെക്കാട്ടും വളരെ കുറവ് പാർട്ടിസിപ്പേഷൻ മാത്രമേ
നമ്മുടെ ഈ ഒരു കാറ്റിസൻ്റെ ബോട്ടിനകത്ത് വരുന്നുള്ളൂ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ കുറവായതും കൊണ്ട് തന്നെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവും കൂടുതലാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ഓഗസ്റ്റ് 9 തീയതി മുതലാണ് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ഫാം ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇതുവരേക്കും ഞാൻ അത്യാവശ്യം ഒരു $100 മേലെ ഈ ഒരു ഗെയിമിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫിഷ് വാങ്ങാനും അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടും ഞാൻ അത്യാവശ്യം $100 മേലെയുള്ള ടോണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ മസ്റ്റായിട്ടും ഒരു ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അവർ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് 2 മില്യൺ പ്ലെയേഴ്സാണ് ഇതുവരേക്കും ഓൺ ചെയിനിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാറ്റീസൻ്റെ ഗെയിമിൽ നിങ്ങളുടെ ടോൺ വാലറ്റ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷനെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസാക്ഷൻ ചെയ്യാതെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപക്ഷെ എലിജിബിലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വളരെ വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പം ഒരു ട്രാൻസാക്ഷനെങ്കിലും നിങ്ങൾ മിനിമം ഈ ഒരു ഗെയിമിൽ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാറ്റീസിൻ്റെ ഇപ്പോഴുള്ള ലെവലാണ് ഏകദേശം 152 ആണ് ഇപ്പോൾ ഉള്ള എൻ്റെ കാറ്റിൻ്റെ ലെവലെന്ന് പറയുന്നത്. 26-ാം തീയതി അത് 70 ആയിരുന്നു. ഇന്ന് സെപ്റ്റംബർ 6-ാം തീയതി അത് 152 എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ടോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. എങ്ങനെ ലെവൽ കൂട്ടാം, അതുപോലെ തന്നെ ഈ ഒരു കോയിൻ്റെ അളവൊക്കെ എങ്ങനെ കൂട്ടാം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞ് അത് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ 2 വീഡിയോയും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പം ഉള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കോയിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറ്റും. കോയിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ലെവല് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം ഫിഷിങ് നിങ്ങൾ ചെയ്യുക. ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിഷ് ടോക്കൺസ് വാങ്ങേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി സൈൻ-ഇൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 പ്രാവശ്യം ഫിഷിങ് ചെയ്യാനുള്ള ഫിഷ് ടോക്കൺസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിഷിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും അതിരാവിലെ ഏകദേശം ഒരു 6 മണി to 7 മണീൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയിൻസും അതുപോലെ തന്നെ ഫിഷ് ടോക്കൺസും കിട്ടുന്നതായിരിക്കും. സോ ഞാൻ രാവിലെ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം പുതിയ യൂസേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്ലാറ്റിനം എത്താനായിട്ട് അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 20-30 അടുപ്പിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാറ്റിനത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്ലാറ്റിനം ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ യൂസേഴ്സ് നിങ്ങൾ ഇതിനകത്ത് പൈസയൊക്കെ കൊടുത്ത് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങി എന്ന് തന്നെ കരുതുക. ഒരു പക്ഷേ ഇവർ ഈ ഒരു 20-ാം തീയതിക്ക് മുന്നേ തന്നെ ഈ ഒരു ഇവൻറ്റ് നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാറ്റിനം ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു $5 $10 പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും എയർ ഡ്രോപ്പുകളൊക്കെ ആയിട്ട് സംബന്ധിച്ച് വരുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാമിലാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ക്യാറ്റ് ലെവൽ ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എയർ ഡ്രോപ്പിനാണെങ്കിലും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും നിങ്ങൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം മുടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.